എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മോഷൻ along a straight line അല്ലെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ഈസ് വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആൾറെഡി വെക്ടേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. നമുക്കിവിടെ വെക്ടേഴ്സ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നിങ്ങൾ ബേസിക്സ് ആയിട്ടുള്ള ഫിസിക്സിൻ്റെ ബേസിക്സ് ടോപ്പിക്കുകളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ബാക്കി ഏത് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കൊടുക്കണം. ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ along a straight line, that is it is also called one dimensional motion. നമുക്ക് ഇവിടെ പഠിക്കുന്നത് മോഷൻ ഒന്നിൽ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് ദ എക്സ് ഡയറക്ഷൻ ഓർ ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് ദ വൈ ഡയറക്ഷൻ, ഏതെങ്കിലും ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രം. If the particle is moving along the x direction, its position is represented by x. പാർട്ടിക്കിൾ വൈയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ its position is represented by y. നമ്മൾ നോർമലി x of t എന്ന് എഴുതും. Position of a particle is normally represented by x of t. x of t means position of the particle at time t. അല്ലാതെ എക്സ് ഇൻറ്റു ടി എന്നല്ല, പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ടൈം ടി. അതായത് നമ്മൾ x0 എന്ന് എഴുതിയാൽ നോർമലി ദിസ് ഈസ് ദ ഇനിഷ്യൽ പൊസിഷൻ, ദാറ്റ് ഈസ് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0. ആഫ്റ്റർ ടൈം 5 seconds ഈസ് പൊസിഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ x of 5. ഇതാണ് പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ആഫ്റ്റർ 5 seconds. ഇതാണ് നമ്മുടെ ജനറലി. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇത്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റ് ഇവിടെ മനസ്സിലാക്കുക. പോയിന്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. പോയിന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഞാനിപ്പോൾ ഒരു പോയിന്റ് പാർട്ടിക്കിൾ ആണോ നിങ്ങൾ അല്ലെന്ന് പറയും, കാരണം ഞാൻ വലിയൊരു ബോഡിയാണ്. പക്ഷേ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഇവിടെ നിന്ന് ഡൽഹി വരെ ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കാലിക്കറ്റ് വരെ ഞാൻ ട്രാവൽ ചെയ്യുന്നു. അത്രയും ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഒരു പോയിന്റ് പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യണം. ഒരു ട്രെയിൻ ഒരു പോയിന്റ് പാർട്ടിക്കിൾ ആണോ? അല്ല. പക്ഷേ വെൻ ദ ട്രെയിൻ ഈസ് ട്രാവലിംഗ് ഫ്രം ട്രിവാൻഡ്രം ടു ഡൽഹി, അത്രയും ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദ ട്രെയിൻ ഈസ് എ പോയിന്റ് പാർട്ടിക്കിൾ. ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും മനസ്സിലുണ്ടാകുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താണ്, ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്കിൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ വരുന്നു. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്? ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ദ ബോഡി ഈസ് കാൾഡ് ഡിസ്റ്റൻസ്. ഇതിന്റെ ടോട്ടൽ ലെങ്തിന് പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ, ദാറ്റ് ഈസ് ദർ ഈസ് എ ഡയറക്ഷൻ. ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് ഉണ്ടാകുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താണ്? ഡിസ്റ്റൻസ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഞാൻ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എടുത്തപ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് 50 മീറ്റർ. ഇതിന്റെ ടോട്ടൽ ലെങ്ത്, അതായത് ഇനിഷ്യൽ പൊസിഷൻ ഈസ് ഈക്വൽ ടു ദിസ് x0, ആഫ്റ്റർ ടൈം t സെക്കൻഡ്സ് ഇറ്റ്സ് പൊസിഷൻ ഈസ് x of 5. അതിന്റെ അർത്ഥം ആഫ്റ്റർ 5 seconds പാർട്ടിക്കിൾ ദാ ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് x of 5 മൈനസ് x of 0 എന്നാണ് നമ്മൾ എടുക്കുക. ദാറ്റ് ഈസ് ജനറലി റെപ്രസെന്റ് ഡിസ്പ്ലേസ്മെന്റ് s ഈസ് ഈക്വൽ ടു x of t മൈനസ് x of 0, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ വെക്ടർ. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസ് ഈസ് ആൾവേസ് പോസിറ്റീവ്, ബട്ട് ഡിസ്പ്ലേസ്മെന്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്റ്റൻസിനേക്കാൾ എപ്പോഴും കുറവോ ഈക്വലോ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് ആണ് കൂടുതൽ. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എന്നാൽ നേരെ തിരിച്ച് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈക്വൽ ടു 1 എന്താണ്? ഒരു പാർട്ടിക്കിൾ നേരെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഹിയർ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ജസ്റ്റ് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാവും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ഹൂസ് ഡയറക്ഷൻ ഈസ് ആൾവേസ് ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഒരു പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരികയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ. ഇതാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റുമായിട്ടുള്ള പ്രധാനമാണ്. ഇനി നമ്മൾ ചോദിക്കുന്നു, ഇവിടെ നിന്ന് ഇവിടെ വരാനെടുത്ത ടൈം 5 seconds ആണെങ്കിൽ വാട്ട് ഈസ് സ്പീഡ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഈസ് കാൾഡ് സ്പീഡ്. ആൻഡ് വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ്. അപ്പൊ അവിടെയും നമുക്ക് എന്താ പറയാം? ഈ പറയുന്ന ഡിഫറൻസുകളെല്ലാം അവിടെയും പറയാം. സ്പീഡ് ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി, വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ആൻഡ് ഡയറക്ഷൻ ഓഫ് സ്പീഡ് ഈസ് വെലോസിറ്റി ഈസ് ആൾവേസ് ഫ്രം ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്നാണ്. വൺ ഡയമെൻഷനകത്ത് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അത് വൺ ഡയമെൻഷനകത്ത് അങ്ങനെ പറയാം. 2 dimension വരുമ്പോൾ അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് അതേ ഡയറക്ഷൻ ആണ്. വെലോസിറ്റി സ്പീഡ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. വെലോസിറ്റി ഈസ് ആൾവേസ് പോസിറ്റീവ്.
Sorry, speed is always positive. Velocity may be positive or negative. Velocity positive or negative. Right leg positive, left leg negative. അതുപോലെ ratio between speed by velocity is greater than or equal to 1 or velocity by speed ആണെന്നുണ്ടെങ്കിൽ less than or equal to 1. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്തായാലും speed is the rate of distance traveled is called speed and rate of displacement is called velocity. ഈ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് ചേഞ്ച് ഇൻ പൊസിഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും വെലോസിറ്റി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് 0 ഡിവൈഡഡ് ബൈ ടി. ദാറ്റ് ഈസ് കാൾഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ ഈസ് കാൾഡ് വെലോസിറ്റി. വെലോസിറ്റി ഈസ് എ വെക്ടർ ഹൂസ് ഡയറക്ഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇത്രയും കാര്യം ജനറൽ ആയിട്ട് മനസ്സിലാക്കുക. ഇനി പറയുന്നതെല്ലാം അങ്ങോട്ടേക്ക് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമ്മളിപ്പോൾ വെലോസിറ്റിയിൽ എത്തി നിൽക്കുകയാണ്. വെലോസിറ്റി. അപ്പോൾ what is velocity? Velocity is equal to rate of change in position is called velocity. Velocity may be positive or negative. Velocity is a vector quantity whose direction is always in the direction of displacement. ഇത്രയും velocity യുടെ different type of velocity. ഒന്ന് യൂണിഫോം വെലോസിറ്റി, രണ്ടാമത്തത് ആവറേജ് വെലോസിറ്റി. ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കണം. ആവറേജ് വെലോസിറ്റി. Third one, instantaneous velocity. And fourth one, relative velocity. എന്താണ് യൂണിഫോം വെലോസിറ്റി? വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ അതിന്റെ അർത്ഥം ഇഫ് എ പാർട്ടിക്കിൾ ട്രാവൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അതായത് ഒരു ബോഡി ആദ്യത്തെ 2 സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിക്കുന്നു, വീണ്ടും 2 സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിക്കുന്നു, വീണ്ടും 10 മീറ്റർ സഞ്ചരിക്കാൻ 2 seconds. അതിന്റെ അർത്ഥം വെലോസിറ്റി ഈസ് 10/2, 10/2, 10/2. ദാറ്റ് ഈസ് വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. അപ്പൊ ഇഫ് എ പാർട്ടിക്കിൾ ട്രാവൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ദെൻ ദ ബോഡി ഈസ് സെഡ് ടു ബി മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. സപ്പോസ് ഞാൻ പറയുന്നു വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ v ഈസ് ഈക്വൽ ടു 5 meter per second. അതിന്റെ അർത്ഥം എന്താണ്? ദിസ് പാർട്ടിക്കിൾ ട്രാവൽ 5 meter in 1 second. Velocity remains a constant means the particle travel 5 meter in all 1 seconds. ഓരോ 1 second 5 meter വീതം സഞ്ചരിക്കും. അപ്പോൾ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ 5 meter per second മീൻസ് പാർട്ടിക്കിൾ ട്രാവൽ 5 meter in 1 second. Therefore distance traveled in 2 seconds is equal to 10 meter. Distance traveled in 3 meter is equal to 15. 4 സെക്കൻഡിൽ 20. ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഇൻ യൂണിഫോം മോഷൻ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. ദിസ് ഈസ് എ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ്. എപ്പോഴും when a particle is moving with uniform velocity. If a particle travel equal displacement in equal interval of time, then the body is said to be moving with uniform velocity. In uniform motion, displacement is equal to velocity into time. അടുത്തത് ആവറേജ് വെലോസിറ്റി. അത് നല്ലൊരു കൺസെപ്റ്റാണ്. നമ്മൾ ഒത്തിരി സ്ഥലത്ത് പഠിക്കുമ്പോൾ ഈ ആവറേജ് വെലോസിറ്റി നമുക്ക് പ്രശ്നം ഉണ്ടാക്കുക. അതായത് നമ്മൾ സെക്കൻഡ് ഇയറിലെ കറണ്ട് ഇലക്ട്രിസിറ്റിയൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്കാണ് അത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് ആവറേജ് വെലോസിറ്റി. എന്താണ് ഈ ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു പറയാം. ഒരു എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സപ്പോസ് ഇറ്റ് ഈസ് ഒരു 50 meter ആണെന്ന് കരുതുക. 50 meter. എ പാർട്ടിക്കിൾ പി എന്ന് പറയുന്ന ഒരാൾ ഫസ്റ്റ് പാർട്ടിക്കിൾ എയിൽ നിന്ന് നടന്നു ബിയിൽ എത്തിച്ചേരാനായിട്ട് സപ്പോസ് 10 seconds എടുത്തു. അവന്റെ ആവറേജ് വെലോസിറ്റി 50 divided by 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 meter per second. ദിസ് ഈസ് ആവറേജ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഫസ്റ്റ്. സെക്കൻഡ് പാർട്ടിക്കിളിനോട് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു എന്ന് അറിയാമോ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടം വരെ വന്നു 1 second. ഇവിടെ വന്നിട്ട് അവനൊരു 3 seconds അല്ലെങ്കിൽ ഒരു 8 seconds ഇവിടെ റെസ്റ്റ് ചെയ്തു. പിന്നീട് 1 second കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരാൻ 1 second, ഇവിടെ നിന്ന് ഇവിടെ വരാൻ 1 second, ഇടയ്ക്ക് 8 seconds റെസ്റ്റ് ചെയ്തു. അവന്റെ ആവറേജ് വെലോസിറ്റി എത്ര എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് ഈക്വൽ ടു 50 divided by 10, ദാറ്റ് ഈസ് അഗൈൻ 5 meter per second. അപ്പോഴേക്കും സാർ ഈ 8 seconds എടുത്തു. അവൻ റെസ്റ്റിൽ നിന്ന് അവൻ നടന്നില്ലല്ലോ. അത് നമ്മളെ സംബന്ധിച്ച് എന്തു മാത്രമേ ഉള്ളൂ. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോൾ ബിയിൽ എത്തിച്ചേരുന്നു. ഇതിന്റെ ഇടയിലുള്ള മോഷൻ നമുക്ക് ആവറേജ് വെലോസിറ്റി എടുക്കുമ്പോൾ അതിന്റെ ഇടയിലുള്ള മോഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. അവൻ എന്ത് വേണോ ചെയ്യും. ചിലർ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, പോയിട്ട് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വരും. 10 seconds ആണെങ്കിൽ അവന്റെയും ആവറേജ് വെലോസിറ്റി 100. കണ്ടാ, ഇത് ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഈസ് അഗൈൻ 100 divided by 10. അത് തന്നെയാണ് ആൻസർ. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം എന്താണ്? ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലെ സമയം നോക്കുക, തീർന്നു. പിന്നെ അവനെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. അവൻ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ ടൈം നോക്കണം. ഇവിടെ നിന്ന് ഇവിടെ വരാൻ എത്ര, അവന്റെ ഇടയിൽ അവൻ എന്തു വേണോ ചെയ്താലും അതിന്റെ ഇടയിലുള്ള മോഷനെ കുറിച്ച് നമ്മൾ ബോധേടല്ല.
Therefore, average velocity equal equation ഇതാണ് പഠിച്ചു വയ്ക്കുക. Average velocity is equal to ഇത് പിന്നീട് നമുക്ക് ആവശ്യമാണ്. Average velocity is equal to total displacement divided by total time. സ്റ്റാർട്ട് ചെയ്യുന്നിടത്തു നിന്നുള്ള ടൈം നോക്കുക. പിന്നെ നമുക്ക് അവനുമായിട്ട് ഒരു ബന്ധവുമില്ല. എൻഡ് ചെയ്യുന്ന പോയിന്റിൽ എത്തുമ്പോൾ ടൈം നോക്കുക. ഇവിടെ നിന്ന് അവിടെ വരെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുക, ബൈ ടൈം എടുക്കുക. ഇനി ആവറേജ് സ്പീഡ് എന്തായിരിക്കണം? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അവൻ ചിലപ്പോൾ അങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് അല്ല, സോറി ഡിസ്പ്ലേസ്മെന്റ് അല്ല, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു ആവറേജ് സ്പീഡ്. അതും കൂടി ഒന്ന് ഓർത്തേക്കുക. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് divided by total time. This is the equation for average speed. മനസ്സിലാകുന്ന വ്യത്യാസം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ ഓർക്കുക. ഒരാൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ തിരിച്ചു വന്നു. അവന്റെ ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും, കാരണം ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ എടുത്ത ടൈം. അതാണ് വ്യത്യാസം. അത് നമുക്ക് പിന്നീട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, ജനറൽ ഇക്വേഷൻസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എല്ലാം കൺസെപ്റ്റ് പിടികിട്ടും. അപ്പൊ എന്തായാലും average velocity is equal to total displacement divided by total time taken, and average speed is equal to total distance divided by total time taken. ഇനി അടുത്തതെന്ന് വെച്ചാൽ instantaneous velocity. Instantaneous velocity is the velocity of a particle at a given instant of time. Velocity of a particle at a given instant of time, and this instantaneous velocity is given by condition ഉണ്ട്. Limited delta t tending to 0, delta x divided by delta t, or it is equal to dx divided by dt. Rate of change of position is called velocity. ഇതിന്റെ വിശദമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ +1 തിയറി പാർട്ടിൽ ഞാൻ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി വേണമെന്നുള്ളവർ ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, അപ്പോൾ dx by dt is called instantaneous velocity. അവിടെ പോയി ചെക്ക് ചെയ്തോണം. അടുത്ത നാലാമത്തെ ഒരു കൺസെപ്റ്റ് ഇതുണ്ട്, റിലേറ്റീവ് വെലോസിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. ഒരു ബോഡിയുടെ വെലോസിറ്റി വേറൊരാൾക്ക് എന്താണെന്ന് തോന്നും. ഇപ്പോൾ അതും ബ്രീഫായിട്ട് ഞാൻ പറയുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുള്ളവർ +1 തിയറിയിൽ കയറിയിട്ട് റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്ന് വളരെ വിശദമായിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾ പഠിച്ചോണം. എൻട്രൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഒത്തിരി വിശദമായിട്ട് കയറുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതായത് ഇവിടുത്തെ 2-3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളോട് ഇപ്പോൾ ഞാൻ ചോദിക്കണം, ഞാൻ റെസ്റ്റിലാണോ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയുന്നത് എന്തായിരിക്കണം? സാർ റെസ്റ്റിലാണ്. കാരണം നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ റെസ്റ്റിലാണ്. ശരിയാണ്. പക്ഷേ സണ്ണിനകത്തിരുന്നുകൊണ്ട് ഒരാൾ നോക്കുകയാണെങ്കിൽ ഞാൻ റെസ്റ്റിൽ അല്ല. സണ്ണിനകത്തിരുന്നുകൊണ്ട് ഒരാൾ നോക്കുകയാണെങ്കിൽ, കാരണം സണ്ണിന് ചുറ്റുമായിട്ട് എർത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എർത്ത് കറങ്ങുമ്പോൾ എർത്തിനകത്തിരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം കറങ്ങുകയാണ്. പക്ഷെ നിങ്ങൾ നോക്കിയപ്പോൾ ഞാൻ എന്തിലാണ്? റെസ്റ്റിലാണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു യു ഞാൻ റെസ്റ്റിൽ. വിത്ത് റെസ്പെക്ട് ടു എ പേഴ്സൺ അറ്റ് ദ സൺ ഐ ആം മൂവിങ്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ വേറൊരാൾക്ക് എന്താണെന്ന് തോന്നും. അതാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി ഈസ് ഈക്വൽ ടു ഗിവൺ ബൈ VA മൈനസ് VB ഇൻ വെക്ടർ സബ്ട്രാക്ഷൻ. വിട്ടുകളയരുത്. വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട്, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ആരാണോ വിത്ത് റെസ്പെക്ട് വരുന്നത് അവന്റെ വെലോസിറ്റി മറ്റേവന്റെ വെലോസിറ്റി മൈനസ് ചെയ്യുക. എങ്ങനെ? വെക്ടർ സബ്ട്രാക്ഷൻ നടത്തുക. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഈസ് ഈക്വൽ ടു VB മൈനസ് VA. വിത്ത് റെസ്പെക്ട് ടു ആരാണോ വരുന്നത് അവന്റെ വെലോസിറ്റി മറ്റേവന്റെ വെലോസിറ്റിയിൽ നിന്നും മൈനസ് ചെയ്യുക. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ളത്. ഇനി ഞാൻ 2 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ റിലേറ്റീവ് വെലോസിറ്റി നിർത്തുന്നു. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഇതിനകത്തൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറസ്പോണ്ടിങ് നമ്മുടെ +1 തിയറി അല്ലെങ്കിൽ +2 ടോപ്പിക് ആണെങ്കിൽ അതിന്റെ തിയറി പാർട്ടിൽ എടുത്ത് നമ്മുടെ വീഡിയോസ് ഉണ്ടാവും. അത് കയറി നിങ്ങൾ ചെക്ക് ചെയ്താൽ ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ അവിടെ കിട്ടും. നമുക്ക് എൻട്രൻസിന് അത്ര വിശദമായിട്ട് നമ്മൾ അങ്ങനെ എടുത്ത് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കാം. ഇപ്പൊ റിലേറ്റീവ് വെലോസിറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ 1-2 എക്സാമ്പിൾ ഞാൻ പറയുന്നു. അത് കഴിഞ്ഞ് ഒരു കൺസെപ്റ്റ് കൂടെ ഞാൻ പറഞ്ഞു നിർത്തുന്നു. അതായത് എന്താണ് ഈ റിലേറ്റീവ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ആരാണോ ഒബ്സർവർ. വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുമ്പോൾ എ ആണ് ഒബ്സർവർ. വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുമ്പോൾ ബി ആണ് ഒബ്സർവർ. ആരാണോ ഒബ്സർവർ അയാൾ ചിന്തിക്കേണ്ടുന്നത് ഞാൻ റെസ്റ്റിലാണ്, ബാക്കി എല്ലാവരും മൂവ് ചെയ്യുന്നു എന്ന് ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ കൺസെപ്റ്റ് കിട്ടാൻ ഇച്ചിരി പാടാണ്. ഞാനത് പറഞ്ഞുതരാം. ഈ ചെറിയ ഒരു ബസ്സിനകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തോന്നും? കൊച്ചുകുട്ടികൾ പറയും, അയ്യോ ആ പോസ്റ്റ് ബാക്കിലേക്ക് ഓടിപ്പോയി.
ആ കുട്ടി പറഞ്ഞതാണ് റിലേറ്റീവ്. അവൻ എന്താ കൺസെപ്റ്റ് എടുത്തതെന്ന് അറിയാമോ? അവൻ അനങ്ങാതെ, പക്ഷെ ആക്ച്വലി ബസ്സാണ് പോകുന്നത്, പക്ഷെ അവൻ ചിന്തിച്ച് എന്താണ്, ഞാൻ അനങ്ങാതെ ഇരിക്കുന്നു, പോസ്റ്റ് ബാക്കിലേക്ക് ഓടിപ്പോയി. ആക്ച്വലി ഇങ്ങനെ ഇരുന്ന പോസ്റ്റിനകത്ത് ഇവൻ മുമ്പോട്ടാണ് പോയത്. പക്ഷെ അവൻ ചിന്തിക്കുന്നത് ഞാൻ റെസ്റ്റിലാണ്, പോസ്റ്റ് ബാക്കിലേക്ക് പോയതായിട്ട് അവൻ വിചാരിക്കുന്നു. അപ്പൊ എപ്പോഴും ഒബ്സർവർ എന്ത് ചെയ്യണം? ഞാൻ റെസ്റ്റിലാണ്, ബാക്കി എല്ലാവരും മൂവ് ചെയ്യും. ഇതിന് ഒരു എക്സാമ്പിളൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. നിങ്ങളോട് ചോദിക്കുകയാണ്, സാർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ഉടനെ എന്ത് പറയും? ഓ, സാറ് 5 മീറ്റർ പെർ സെക്കൻഡിൽ റൈറ്റിലേക്ക് പോകുന്നു. ശരിയാണ്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത് അറിയാമോ? ഞാൻ അനങ്ങാൻ നിൽക്കുകയാണ്, നിങ്ങൾ ബാക്കിലേക്ക് പോയി എന്ന് ഞാൻ പറയണം. പറഞ്ഞ മനസ്സിലാൻ്റെ കൺസെപ്റ്റ്. ആക്ച്വലി സംഭവിക്കുന്നത്, ഒരാൾ ഇവിടെ നിൽക്കുന്നു, ഒരാൾ ഇവിടെ നിൽക്കുന്നു, ഇയാൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. ഇയാളോട് ചോദിച്ചാൽ പറയും ഇയാൾ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് പോയി. പക്ഷെ ഈ മൂവ് ചെയ്യുന്ന ആളോട് ചോദിക്കാൻ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ എന്ത് പറയണമെന്നറിയാമോ? ഞാൻ അനങ്ങാൻ നിൽക്കുകയാണ്, ഇവൻ ബാക്കിലേക്ക് പോയി എന്ന് പറയണം. അതാണ് റിലേറ്റീവ്. ഇപ്പൊ രണ്ടുപേരിങ്ങനെ പോകുന്നു. ഇപ്പൊ ഒരു ഞാൻ പറയുന്ന എക്സാമ്പിൾസ് മാത്രം പറയാം. ഒരു സൂപ്പർ ഫാസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഓർഡിനറി ഫാസ്റ്റിനെ ഒരു സൂപ്പർ ഫാസ്റ്റ് ഇങ്ങനെ കയറി പോവുകയാണ്. ഇത് എ, ഇത് ബി. അപ്പൊ അത് എയോട് ചോദിക്കുകയാണ്, ബി എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ എ എന്ന് പറയാം. അപ്പൊ രണ്ടുപേരും മൂവ് ചെയ്യുകയാണ്, പക്ഷെ ഇയാൾ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. അപ്പൊ എയോട് ചോദിക്കുമ്പോൾ എ പറയും ബി ഓവർടേക്ക് ചെയ്ത് കയറി പോകും, മുമ്പോട്ട് പോകുന്നു എന്ന് പറയും. പക്ഷെ ബിയോട് ചോദിച്ചാൽ ബി എന്ത് പറയണം? എ ബാക്കിലേക്ക് പോയി എന്ന് പറയണം. ആക്ച്വലി ബാക്കിലേക്ക് ആരെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, രണ്ടുപേരും ഫ്രണ്ടിലേക്കാണ് മൂവ്. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ദിസ് ബസ്, the first bus is moving backward. മനസ്സിലാവുന്നത്? എപ്പോഴും ഒബ്സർവർ റെസ്റ്റിലാണെന്ന് പറയുന്ന കൺസെപ്റ്റ്. ആരാണോ ഒബ്സർവർ അയാൾ റെസ്റ്റിലാണ്, ബാക്കി എല്ലാവരും മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. റിലേറ്റീവായിട്ട് നമ്മൾ പറഞ്ഞ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇതാണ്. സൂര്യൻ ഈസ്റ്റിൽ റൈസ് ചെയ്ത് വെസ്റ്റിൽ പോയി സെറ്റ് ആവുന്നു. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് അറ്റ് ദ വെസ്റ്റ് എന്ന് നമ്മൾ പറയും. പക്ഷെ ആക്ച്വലി സൺ അനങ്ങുന്നില്ല. സൺ അനങ്ങാൻ നിൽക്കുകയാണ്. നമ്മുടെ എർത്താണ് കറങ്ങുക. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? സൺ പോയിട്ട് അവിടെ പോയി അസ്തമിക്കുന്നു എന്ന് നമ്മൾ പറയും. അത് മാത്രമാണ് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു റിലേറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതാണ് പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഇത്രയും മാത്രം ഓർത്തിരിക്കുക. എന്നിട്ട് ഇതിന്റെ വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിന്റെ ആണെങ്കിലും വിശദമായിട്ടുള്ള ഇത് വേണമെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് തിയറി പാർട്ട് നമ്മുടെ +2 ബോർഡിന്റെ നമ്മുടെ വീഡിയോസ് ഉണ്ടാവും. ആ വീഡിയോയിൽ പോയി നിങ്ങൾ ബോർഡ് എക്സാമിനേഷന് ഈ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് മാത്രം എടുത്താൽ മതി, റിലേറ്റീവ് വെലോസിറ്റി മാത്രം എടുത്താൽ മതി. അതിനകത്ത് അതിന്റെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അത് നിങ്ങൾ കാണുക. അപ്പൊ എന്തായാലും റിലേറ്റീവ് വെലോസിറ്റി ഈസ് എ വെലോസിറ്റി ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു അനദർ ബോഡി. Velocity of A with respect to B is equal to VA minus VB. Velocity of B with respect to A is equal to VB minus VA. അടുത്ത കോൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നത് എപ്പോഴും ആരാണോ ഒബ്സർവർ അവൻ റെസ്റ്റിലാണ്, ബാക്കി എല്ലാവരും മൂവ് ചെയ്യുന്നു എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് എ ബേസിക് കോൺസെപ്റ്റ് ഇൻ റിലേറ്റീവ് വെലോസിറ്റി. അപ്പൊ ഇത്രയും നമ്മുടെ വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, instantaneous velocity and relative velocity. In uniform motion, distance traveled is equal to velocity into time. Average velocity is equal to total displacement divided by total time. That is called average velocity. ശരി, ഇനി നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകുന്നു. അതോടുകൂടി നമ്മുടെ ടോപ്പിക്ക് തീരും. അടുത്തത് ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ? ആക്സിലറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് നോർമലി സ്പീഡ് കൂടുക. പക്ഷെ അതല്ല നമ്മുടെ ശരിക്കും. ആക്സിലറേഷൻ മീൻസ് വെലോസിറ്റി ഓഫ് എ ബോഡി ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് ഒരു ബോഡിയുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ആക്സിലറേഷൻ. വെലോസിറ്റി കൂടിയാൽ സാധാരണ പോസിറ്റീവ് ആക്സിലറേഷൻ, കുറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് നെഗറ്റീവ് ആക്സിലറേഷൻ, ഓർ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ. ഡീസിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് പറയാം, കൺസിഡർ എ ബോഡി ഈസ് മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. Its initial velocity is u. After a time t seconds, its velocity is changed to v. After a time t seconds. Then acceleration a is equal to change in velocity v minus u divided by t. This is called acceleration. If the velocity increases, ഇപ്പോൾ നമ്മുടെ velocity 10 ൽ നിന്നും 15 ആയിട്ട് മാറി in a time of 1 seconds. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ a is equal to 15 minus 10 divided by 1, that is equal to 5 meter per second square. എന്നാൽ വെലോസിറ്റി 10 ൽ നിന്നും 5 ആയിട്ട് കുറയുകയായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആക്സിലറേഷൻ a is equal to 5 minus 10 divided by 1, that is equal to minus 5 meter per second square. This is called retardation or deceleration. Velocity decreases. ഇവിടെ ഓർക്കേണ്ടുന്ന കാര്യം, ആക്സിലറേഷൻ is a vector.
ആക്സിലറേഷൻ വെക്ടർ ആണ്. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ വൺ ഡയമെൻഷനകത്ത് അതിൻ്റെ ആവശ്യമില്ല. എന്നാലും കറക്റ്റ് ആൻസർ ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. v minus u എന്ന് പറയുന്നത് ചുമ്മാതെയല്ല. വെക്ടർ v minus വെക്ടർ v that is equal to change in velocity by time. Therefore that is called acceleration. Therefore direction of acceleration is in the direction of change in velocity. ഇവിടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 2 ഡയമെൻഷനകത്തേക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിലറേഷൻ ഡയറക്ഷൻ പറയുന്നത് 2 ഡയമെൻഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ഡയമെൻഷനകത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് if the velocity of a body increases with the ടൈമിനനുസരിച്ച് ഒരു ബോഡിയുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ the direction of acceleration is in the direction of motion. മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനാണ്. എന്നാൽ the velocity of a body decreases with the ടൈമിനനുസരിച്ച് ബോഡിയുടെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ the direction of acceleration is in the opposite direction of motion. മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു സ്കൂട്ടർ എടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് ഇങ്ങനെ ഭയങ്കര സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ അങ്ങോട്ട് തന്നെയാണ്. എന്നാൽ മൂവ് ചെയ്തിരിക്കുന്ന ഒരിനകത്ത് ഞാൻ ബ്രേക്ക് ചവിട്ടുമ്പോൾ ബസ് ഇങ്ങനെ വന്നങ്ങ് നിൽക്കുമ്പോൾ ആക്സിലറേഷൻ ബാക്കിലേക്കാണ്. അപ്പൊ if the velocity of a body increases then the acceleration is in the direction of motion. If the velocity of a body decreases then the acceleration is in the opposite to the direction of motion. മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആണ് ആക്സിലറേഷൻ. എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു കല്ലിനെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ കല്ല് താഴേക്ക് വരും. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ താഴേക്കാണ്. കല്ലിനെ മുകളോട്ട് എറിഞ്ഞാലോ സ്പീഡ് കുറഞ്ഞു വരും. അപ്പോഴും ആക്സിലറേഷൻ ഡയറക്ഷൻ ബോഡി മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ്. ബേസിക് ആയിട്ട് അങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ if the velocity of a body increases then the acceleration is in the direction of motion. If the velocity of a body decreases then the acceleration is in the opposite to the direction of motion. ഇനി നിങ്ങൾ 1-2 കാര്യങ്ങൾ നമ്മൾ ഇക്വേഷൻസ് മാത്രമല്ല 1-2 കോൺസെപ്റ്റുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. 1, ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദിസ് ഈസ് കാൾഡ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻക്രീസസ് ബൈ 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഈച്ച് സെക്കൻഡ്. വെലോസിറ്റി ഓഫ് എ ബോഡി ഇൻക്രീസസ് ബൈ 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഈച്ച് സെക്കൻഡ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആക്സിലറേഷൻ A is equal to -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കണം? വെലോസിറ്റി ഓഫ് എ ബോഡി ഡിക്രീസസ് ബൈ 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഈച്ച്. ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി 10 വീതം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പറയാൻ ഞാൻ 1-2 കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഒരു ബേസിക് ഐഡിയ ഞാൻ പറയുന്നു. ഒരു കല്ലിന് ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0. Suppose the stone hit the ground with a velocity 30 meter per second. നമ്മുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ എത്ര സമയം എടുത്തു? അവിടെ ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാൻ പോകരുത്. ഹിയർ ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു 3 seconds. എന്തുകൊണ്ട്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഈസ് ഈക്വൽ ടു 10. അതിന്റെ അർത്ഥം വെലോസിറ്റി ഇൻക്രീസസ് ബൈ 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഈച്ച് സെക്കൻഡ്. ഓരോ സെക്കൻഡിലും വെലോസിറ്റി 10 വീതം കൂടും. അപ്പോൾ 0 അത് 10 ആവും, അത് 20 ആവും, അവസാനം 30 ആകണമെങ്കിൽ 3 seconds. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരാൾ നമ്മൾ ചോദിക്കുകയാണ് സ്റ്റോൺ ഈസ് പ്രൊജക്റ്റഡ് ഇൻ ദ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ വിത്ത് എ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട്? പോയി തിരിച്ചു വരാൻ എത്ര ടൈം എടുക്കും? 8 seconds. എങ്ങനെ കിട്ടി? മുകളിലേക്ക് പോകുമ്പോൾ 1 second കഴിയുമ്പോൾ 30 ആയി, 2 seconds കഴിയുമ്പോൾ 20 ആയി, 3 seconds കഴിയുമ്പോൾ 10 ആയി, 4 seconds കഴിയുമ്പോൾ 0 ആയി. അപ്പോൾ മുകളിലേക്ക് പോകാൻ 4 seconds, തിരിച്ച് താഴേക്ക് വരാൻ 4 seconds. Therefore total time taken is equal to 8 seconds. സിമ്പിൾ. ഇനി ഇതിനകത്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള വകുപ്പുണ്ട്. അത് പിന്നീട് നമ്മൾ ജനറൽ ഇക്വേഷൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ആവുണ്ട് H എത്രയാണെന്ന് ചോദിക്കും. ചുമ്മാ കണ്ണുടച്ചുകൊണ്ട് പറയാം നമുക്ക് 45 മീറ്റർ ആണ് ഇവൻ താഴേക്ക് വന്ന ഡിസ്റ്റൻസ്. അത് എങ്ങനെ കിട്ടി? അത് നമുക്ക് പിന്നീട് ജനറൽ ഇക്വേഷൻ പറയുന്ന സമയത്ത് ഞാൻ അവിടെ പഠിപ്പിച്ചുതരാം. അപ്പൊ തൽക്കാലം നമ്മുടെ ജിയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. G 10 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ നമ്മളിപ്പോ പറയുന്നു കൺസിഡർ എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ്. ഇങ്ങോട്ടേക്ക് ഞാൻ അറിഞ്ഞു വിത്ത് എ വെലോസിറ്റി 30. കല്ല് മൂടി പോയി താഴെ വന്നു ഇട്ടപ്പോൾ അവന്റെ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട്? മൂടി പോയി താഴെ വരാൻ എത്ര ടൈം എടുത്തു? സിമ്പിൾ, 7 seconds. എങ്ങനെ? ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ 3 seconds, അവിടെ നിന്ന് താഴേക്ക് വരാൻ 4 seconds. Therefore total time taken is equal to 7 seconds. ഇത് നമ്മൾ പഠിച്ചു വയ്ക്കണം.
അപ്പോൾ ജി എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് പഠിച്ചു വയ്ക്കുക. ആക്സലറേഷൻ ഡ്യൂ ടു ഇത് നമുക്കറിയാമെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തലകുത്തി നിന്ന് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 5 m/s² മീൻസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻക്രീസസ് ബൈ 5 m/s ഇൻ ഈച്ച് സെക്കൻഡ്. അല്ലെങ്കിൽ വെലോസിറ്റി ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു -5 m/s² മീൻസ് അതിന്റെ അർത്ഥം എന്തായിരിക്കണം? വെലോസിറ്റി ഓഫ് ദ ബോഡി ഡിക്രീസസ് ബൈ 5 m/s ഇൻ ഈച്ച് സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കും. ഇനിയാണ് നമ്മളുടെ equations of motion. Consider a particle is moving with a uniform acceleration. ഒരു പാർട്ടിക്കിൾ യൂണിഫോം ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു. അവിടെ നമുക്ക് കുറെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. ഏതൊക്കെയാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ? ഒന്ന് ഞാൻ പറയുന്നു. ഇനിഷ്യലി കൺസിഡർ എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് വിത്ത് ആൻ ആക്സിലറേഷൻ എ. ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി u. After a time t seconds, its final velocity is equal to v, and during this time the distance traveled is s. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതൊരിക്കലും നമ്മുടെ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതുമാണ്. ഇക്വേഷൻസ് ഓഫ് മോഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് എന്താണ്? പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ മാത്രമാണെങ്കിൽ മാത്രമേ ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഇവിടെ വാട്ട് ആർ ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ? ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെ പഠിക്കുക. ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് at. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തത് total distance traveled s is equal to ut plus half at². ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർത്തോണം. ഈ ഇക്വേഷൻ കിട്ടുന്നത് ഇങ്ങനെയാണ്: s is equal to ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ശ്രദ്ധിച്ചോണേ, ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ആവറേജ് വെലോസിറ്റി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. Therefore, total displacement is equal to average velocity into time. ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഇക്വേഷന്റെ പോരാ, അത്രയും മാത്രം പോരാ, ഇതും നിങ്ങൾക്ക് ഒത്തിരി സ്ഥലത്ത് ആവശ്യം വരും. ഡിസ്റ്റൻസ് ട്രാവൽഡ് s is equal to u plus v divided by 2 into t. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തോ സാറേ ഇത് ആവറേജ് വെലോസിറ്റി ആണോ? അല്ല. ശരിക്കും രണ്ടും കൂടി ആഡ് ചെയ്ത് രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മീനാണ്. മീൻ എന്നാണ് അതിനെ പറയാ. v1 plus v2 divided by 2. പക്ഷെ ഇവിടെ യൂണിഫോം ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ആവറേജ് വെലോസിറ്റി എടുക്കുമ്പോൾ ആവറേജ് വെലോസിറ്റി മീൻ വെലോസിറ്റി ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെടുക്കാൻ പറ്റൂ? ആവറേജ് വെലോസിറ്റി ഈക്വൽ ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2 ഇൻറ്റു. അപ്പൊ ഇത് മൂന്നും ഇതുമായിട്ട് ഇതിനെ മൂന്നിനെയും റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. s is equal to ut plus half at². That equation is obtained by s is equal to average velocity into time. If a particle is moving with uniform acceleration, then average velocity is equal to u plus v divided by 2 into t. ഇത് നമ്മൾ ഒത്തിരി സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കും, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കും. അപ്പോൾ കറങ്ങിയിരിക്കരുത്. ഞാൻ പറയാം എവിടെ വരുമെന്നുള്ളത് ഞാൻ പറയാം. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ, ഫൈനൽ വെലോസിറ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു u² plus 2as. This is the initial velocity, final velocity and displacement relation. Initial velocity, final velocity, time relation. ഈ മൂന്ന് ഇക്വേഷൻസും നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് പഠിക്കാൻ മറക്കരുത്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്യും. s is equal to ut plus half at² ഉപയോഗിക്കാതെ ഇത് ഉപയോഗിക്കും. അപ്പൊ പിന്നെ നമുക്ക് ഇതാവരുത്. അതിനൊരു വേണ്ട എക്സാമ്പിൾ ഞാൻ പിന്നീട് നമുക്ക് വരുന്ന വഴിയിൽ പറയാം. അപ്പൊ ദീസ് ആർ ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ. v is equal to v എന്നല്ല പഠിക്കണം. ഫൈനൽ വെലോസിറ്റി is equal to ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് at. s is equal to ഇനിഷ്യൽ വെലോസിറ്റി ടൈം പ്ലസ് ഹാഫ് ഇൻറ്റു a ഇൻറ്റു t². and ഫൈനൽ വെലോസിറ്റി സ്ക്വയർ is equal to ഇനിഷ്യൽ വെലോസിറ്റി സ്ക്വയർ പ്ലസ് 2as. ദീസ് ആർ ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഒരു ഇക്വേഷൻ കൂടി നമുക്കുണ്ട്. ഏതാണ്? നമുക്ക് ഇനി അടുത്ത ഇക്വേഷൻ ഏതാണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. അത് നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ, നീറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളെയൊക്കെ കളിപ്പിച്ച് കളയും. അതുകൊണ്ട് അത് നിങ്ങൾ ഓർത്തിരിക്കുക. കൺസിഡർ എ ബോഡി ഈസ് മൂവ്. അവിടെയും യൂണിഫോം ആക്സിലറേഷൻ ഇമ്പോർട്ടന്റ് തന്നെയാണ്. യൂണിഫോം ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യണം. ഇനിഷ്യൽ ടൈം എപ്പോഴും 0 ആണ്. ഇവന്റെ ഇനിഷ്യൽ വെലോസിറ്റി u. n സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവൻ ഇവിടെ എത്തി. n സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ എത്തുകയാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുള്ള ടൈം ആരായിരിക്കണം? n-1 സെക്കൻഡ്സ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഒരു ബോഡി ടോട്ടൽ 10 സെക്കൻഡ് സഞ്ചരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് സെക്കൻഡ് ഈസ് 10th സെക്കൻഡ്. ഓർത്തോണേ, നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്.
ബോഡി ഇപ്പൊ ഒരു ബോഡി 3 സെക്കൻഡ് സഞ്ചരിക്കുകയാണ്. 0, 1, 2 and 3. ഇതാണ് ലാസ്റ്റ് സെക്കൻഡ്, അത് തേർഡ് സെക്കൻഡ് ആണ്. ഇതിനെ 0th സെക്കൻഡ് എന്ന് പറയുന്നത് ദിസ് ഈസ് കാൾഡ് ഫസ്റ്റ് സെക്കൻഡ്. ഇതാണ് സെക്കൻഡ് സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്, ഇതാണ് തേർഡ് സെക്കൻഡ്. അപ്പോൾ ഒരു ബോഡി മൊത്തം 3 സെക്കൻഡ് സഞ്ചരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് തേർഡ് സെക്കൻഡ് ആണ്. അപ്പോൾ തേർഡ് സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് കാൾഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ തേർഡ് സെക്കൻഡ്. ശരിക്കും എന്താ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ തേർഡ് സെക്കൻഡ് എന്ന് വെച്ചാൽ 3 സെക്കൻഡ്സ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസിൽ നിന്നും 2 സെക്കൻഡ്സ് കൊണ്ട് സഞ്ചരിച്ച ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ തേർഡ് സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ തേർഡ് സെക്കൻഡ് മീൻസ്, അതൊക്കെ ഈ മീനിങ് മനസ്സിലാക്കണേ. ഞാനിത് മീനിങ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അയ്യോ ഇതൊന്നും വേണ്ടല്ലോ SN=U+, അങ്ങനെ അല്ല പഠിക്കേണ്ടത്. ഇത് നീറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യും, നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തുള്ള എന്താണ് അവിടെ നമ്മുടെ ആ ഒരു അവർ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന ഇതിന്റെ തിയറിയിൽ ഒറിജിനൽ. അപ്പൊ എന്താ പറയുന്നത്, പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ തേർഡ് സെക്കൻഡ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 3 സെക്കൻഡ്സ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്സ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ തേർഡ് സെക്കൻഡ്. ഇത് പറയുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. അപ്പൊ 8th സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 8 സെക്കൻഡ്സ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 7 സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 8th സെക്കൻഡ്. അതാണ് അതിന്റെ അർത്ഥം. നീറ്റിനൊരിക്കൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n-1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ nth സെക്കൻഡ്. ഇത് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിഞ്ഞുകൂടാങ്കിൽ നമ്മളെങ്ങനെ അന്തം വിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാതെ അങ്ങ് പോകും. അവരെ ശരിക്കും SN എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അവരത് പറയാതെ ഇതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ പറയാം. അപ്പൊ ഡെഫിനിഷൻ നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ എന്തായാലും ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n സെക്കൻഡ് മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n-1 സെക്കൻഡ്. അതിന്റെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ കൂടി ഇവിടെ ഓർത്തിരിക്കുക. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ് ഈസ് ഈക്വൽ ടു U + A into n-12. ദിസ് ഈസ് ദ ആൻസർ. അതും കൂടി ഓർത്തിരിക്കുക. ഇത്രയുമായപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എല്ലാം കഴിഞ്ഞു. ഇവിടെ ഓർക്കുക, ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ പർട്ടിക്കുലർ 1 സെക്കൻഡ്. അത് ഒരിക്കലും മറന്നു കളയരുത്. ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ ലാസ്റ്റ് 2 സെക്കൻഡ്സ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുത്തോണ്ടിരിക്കരുത്. ഇത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ പർട്ടിക്കുലർ 1 സെക്കൻഡ്. ഒരേ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കൂ. This is the equation for the distance traveled in a particular 1 second, that is SN is equal to U + A into n-12. This is the equation for that. Okay, ഇത്രയുമാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഏതൊക്കെയാണ്? V is equal to U + AT, S is equal to UT + half AT square, V square is equal to U square + 2AS and SN is equal to U + A into n-12. ഇനി ഇതിന്റെ കുറച്ച് കേസസ് നമുക്കുണ്ട്. കേസസ്, ആ കേസസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം. ആദ്യത്തെ 2 കേസ് നിങ്ങൾക്ക് വിഷയമില്ലാത്ത കേസാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ സർട്ടൻ ഹൈറ്റ്. ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്താൽ U എത്രയാണ്? 0. അവൻ താഴെ വന്ന് വീഴുന്നു. താഴെ വന്ന് ഇടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ളതാണ് ഫൈനൽ വെലോസിറ്റി. വാട്ട് ഈസ് എ ഫൈനൽ വെലോസിറ്റി? അയാൾ 0 അല്ലേ എന്ന് ചിന്തിക്കരുത്. ഗ്രൗണ്ടിൽ വന്ന് ഇടിക്കുമ്പോഴാണ് 0. ഇടിക്കുന്നതിന് ജസ്റ്റ് മുമ്പുള്ള വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി ഈസ് എ വെലോസിറ്റി വിത്ത് വിച്ച് ദ ബോഡി ജസ്റ്റ് ഹിറ്റ് ദ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റിയാണ് V. 0 എന്ന് എടുക്കരുത്. അപ്പൊ ഇവൻ താഴേക്ക് വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് H, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G. നിങ്ങൾ സാധാരണ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ്? ഒരു ബോഡിയെ നമ്മൾ താഴേക്ക് വരുമ്പോൾ G പോസിറ്റീവും മുകളിലേക്ക് എറിഞ്ഞാൽ G നെഗറ്റീവും. ശരി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലയിടത്ത് അത് കൺസെപ്റ്റിന് വ്യത്യാസം വരും, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ പഠിക്കേണ്ട എങ്ങനെയാണെന്നറിയാം. ഇത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചോ, ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. ഒരു ബോഡി താഴേക്ക് വരുമ്പോൾ G പോസിറ്റീവും ബോഡി മുകളോട്ട് പോവുകയാണെങ്കിൽ G നെഗറ്റീവും. കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇത്രയും കാര്യം കൂടി ഓർക്കുക. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഈസ് ആൾവേസ് ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ, ദാറ്റ് ഈസ് ഡൗൺവേർഡ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നതും ഡൗൺവേർഡ്. ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ. ആ ഡിസ്പ്ലേസ്മെന്റിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ
ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ വരുന്ന എല്ലാവരെയും പോസിറ്റീവായിട്ട് എടുക്കുക. അതിന് ഓപ്പോസിറ്റായിട്ട് ആരെങ്കിലും വന്നാൽ അവരെ നെഗറ്റീവായിട്ട് എടുക്കുക. കൺസെപ്റ്റ് മനസ്സിലായോ? വെക്ടറിന്റെ കൺസെപ്റ്റ് എന്താ? നമ്മൾ പറയുന്നത് ഇങ്ങോട്ട് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനല്ല കൺസെപ്റ്റ്. ഏതെങ്കിലും ഒരു ഡയറക്ഷനുള്ള വെക്ടറിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ ആ ഡയറക്ഷനുള്ള എല്ലാവരെയും പോസിറ്റീവായിട്ട് എടുക്കുക. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നവരെ എല്ലാവരെയും നെഗറ്റീവായിട്ട് എടുക്കുക. കൺസെപ്റ്റ് മനസ്സിലായോ? മുകളിലേക്കുള്ള ഒരു വെക്ടറിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുത്താൽ മുകളിലേക്കുള്ള എല്ലാ വെക്ടേഴ്സിനെയും പോസിറ്റീവായിട്ട് എടുക്കണം. താഴേക്കുള്ള എല്ലാവരെയും നെഗറ്റീവ്. നിർബന്ധമൊന്നുമില്ല. താഴേക്കുള്ള വെക്ടറിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുത്തോ ബാക്കി താഴേക്കുള്ള എല്ലാവരെയും പോസിറ്റീവായിട്ട് എടുക്കണം. മുകളിലേക്കുള്ള എല്ലാവരെയും നെഗറ്റീവായിട്ട് എടുക്കണം. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. നമ്മളിവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഈസ് ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ എന്ന് പഠിക്കുക. പഠിക്കാനല്ല, പഠിച്ചേ പറ്റൂ. അതാണ് ഡയറക്ഷൻ. ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആൾവേസ് ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ. അവനെ പോസിറ്റീവായിട്ട് എടുക്കുക. ആ എച്ചിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഏത് വെക്ടറിനെ വന്നാലും അവരെ പോസിറ്റീവായിട്ട് എടുക്കുക. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നവരെല്ലാവരെയും നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ. താഴേക്ക് ഞാൻ അവനെ പോസിറ്റീവായിട്ട് എടുത്തു. ജി താഴേക്ക് ആയതുകൊണ്ട് അവനെയും ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു. തീർന്നു, പ്രശ്നം കഴിഞ്ഞു. അപ്പൊ എന്ത് കിട്ടും? ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 പ്ലസ് GT. Distance traveled h is equal to 0 plus half gt square. And final velocity square is equal to 0 square a plus 2gh. These are the equations of motion. ഇതിനകത്തുനിന്ന് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് വരാനെടുക്കുന്ന ടൈം t is equal to 2h by g the whole root. ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി താഴേക്ക് വരുമ്പോൾ അവന്റെ ടൈം t is equal to root of 2h by g. അവൻ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി v is equal to root of 2gh. ഇത് രണ്ടും മറന്നു കളയരുത്. ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ചു വെച്ചേക്കാം. v square is equal to 2gh, v is equal to root of 2gh. ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ആക്കണം. പഠിച്ചു ബൈ ഹാർട്ട് ആക്കണം. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ പറയും സാർ ഇതൊക്കെ പറഞ്ഞു എന്തിന്? ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ജിയെ പോസിറ്റീവായിട്ട് എടുത്ത് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെ എടുക്കുന്നത് കൊണ്ടാണെന്ന് കിട്ടുക. ഇനി അടുത്തത് പറയുമ്പോൾ മനസ്സിലാവും. ഒരു ബോഡിയെ ഞാൻ ഇവിടെ നിന്നെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി u. അവൻ ഹയസ്റ്റ് പോയിന്റിൽ എത്തിച്ചേർന്നു. ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, ഡിസ്പ്ലേസ്മെന്റ് ഈസ് മെഷേർഡ് ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ. ദാറ്റ് ഈസ് എച്ച് മെഷർ ചെയ്യുന്നത് മുകളിലേക്കാണ്. ഞാൻ അവനെ പോസിറ്റീവായിട്ട് എടുത്തു. അവനെ പോസിറ്റീവായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് താഴേക്കുള്ള ജി നെഗറ്റീവായത്. മനസ്സിലായോ? അല്ല ചുമ്മാ ഒന്നും അല്ല. എച്ചിനെ പോസിറ്റീവായിട്ട് എടുത്തത് കൊണ്ടാണ് ജി. നിങ്ങൾ എച്ചിനെ നെഗറ്റീവായിട്ട് എടുത്തോ. എച്ചിനെ നെഗറ്റീവായിട്ട് എടുത്താൽ ജി പോസിറ്റീവ് ആവും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്? അത് അങ്ങനെയാണ് കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏതൊക്കെ ആയിരിക്കണം? 0 is equal to u minus gt. And displacement h is equal to ut minus half gt square. And the final velocity square is equal to u square minus 2gh. These are the equations of motion. ഇതും പഠിച്ചു വയ്ക്കുക. ഇതിനകത്ത് മുകളിൽ എത്തിച്ചേരാണ്ടെടുക്കുന്ന ടൈം കിട്ടും. ടൈം t is equal to u divided by g എന്ന് കിട്ടും. u by g. Time taken to reach the top is equal to u by g. അതും പഠിച്ചു വയ്ക്കണം. അപ്പൊ ഇതിനകത്ത് ബാക്കി കാര്യം ഇവിടെ h is equal to u square by 2g. ഈ ഇക്വേഷൻ തന്നെ കിട്ടും. ഹൈറ്റ് h is equal to u square by 2g എന്ന് കിട്ടും. h is equal to u square divided by 2g. ഇതൊക്കെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഉപയോഗിച്ച് നമ്മൾ പഠിച്ചു വെക്കണം. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, മുകളിലേക്ക് പോകാൻ എടുക്കുന്ന ടൈം u by g ആണ്. മോളിൽ പോയി താഴെ വരാൻ എടുക്കുന്ന ടൈം 2u by g. ഒരു ബോഡിയെ നമ്മൾ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്താൽ മോളിൽ പോയി താഴെ വരാൻ എടുക്കുന്ന ടൈം t is equal to 2u divided by g. ഇതും പഠിച്ചു വെക്കണം. എ ബോഡി പ്രൊജക്ട്, പക്ഷേ ഓർക്കുക പ്രൊജക്ട് ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വരണം. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ t is equal to 2u divided by g. ഇതുവരെ ഈ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ഒന്നും നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന നോർമലി ഉള്ള കൺസെപ്റ്റ് എടുത്താൽ മതി. താഴേക്ക് വരുമ്പോൾ ജി പോസിറ്റീവും മോളോട്ട് പോകുമ്പോൾ ജി നെഗറ്റീവ് എടുത്ത. പക്ഷേ ഇനി ഞാൻ പറയുന്ന കേസസ് ഉണ്ട്, പഠിച്ചു വയ്ക്കുക. ഇനി ഞാൻ പറയുന്ന കേസസ് മറക്കരുത്. ഒന്ന്, എ ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് h. ഒരു ടവറിന്റെ മുകളിൽ ഞാൻ കയറി നിന്നിട്ട്, ടവറിന്റെ ഹൈറ്റ് h ആണ്.
ആ ടവറിന്റെ മുകളിൽ ഞാൻ കയറി നിന്നിട്ട് ഒരു കല്ലിനെ എടുത്ത് ഞാൻ മുകളിലേക്ക് എറിയുന്നു വിത്ത് എ വെലോസിറ്റി u. ഈ മുകളിലേക്ക് പോകുന്ന കല്ല് മുകളിൽ പോകുന്നു, എന്നിട്ട് തിരിച്ച് ഗ്രൗണ്ടിൽ വന്നു വീഴും. ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നിങ്ങൾ അറിയിക്കേണ്ടത് ഇനിഷ്യൽ പൊസിഷൻ ഇത്, ഫൈനൽ പൊസിഷൻ ഇത്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ, ദാറ്റ് ഈസ് ഡൗൺവേർഡ്. താഴേക്കാണ് എച്ച്, അതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു. മനസ്സിലായോ? അപ്പൊ സാർ ഇതൊന്നും വേണ്ട, അതൊന്നും വരില്ല. മോളോട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഫ്രം ഇനിഷ്യൽ പൊസിഷൻ ടു ഫൈനൽ. ഇനിഷ്യലി കല്ല് നിന്നത് ഇവിടെ, ഫൈനലി കല്ല് വന്ന് വീണത് ഗ്രൗണ്ടിൽ. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എച്ച് ഇത്രയും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി താഴേക്ക്. എച്ചിനെ പോസിറ്റീവായിട്ട് എടുത്തതുകൊണ്ട് ജിയെയും പോസിറ്റീവായിട്ട് എടുത്തേ പറ്റൂ. കല്ലിനെ എറിഞ്ഞെങ്ങോട്ടാ? മോളോട്ട്. ജിയെ നമ്മൾ എന്തായിട്ട് എടുത്തു? പോസിറ്റീവായിട്ട്. സാധാരണ നിങ്ങൾ പഠിക്കുന്ന കൺസെപ്റ്റ് എന്താ? കല്ലിനെ മോളോട്ട് എറിഞ്ഞാൽ ജി നെഗറ്റീവ് എന്ന് എടുക്കണമെന്നല്ലേ പഠിക്കുന്നത്. അതല്ല കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തെറ്റും. ഇനി താഴേക്കുള്ള എച്ച് പോസിറ്റീവ്, താഴേക്കുള്ള ജി പോസിറ്റീവുമായാൽ മുകളിലേക്കുള്ള യു എന്താകണം? നെഗറ്റീവ് ആകണം. അപ്പോൾ ഇവിടെ വരുന്ന ഇക്വേഷൻ ഇതാണ്, എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഈ ഇക്വേഷൻ മറന്നു പോകരുത്, പഠിച്ചു വെക്കണം. എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ബാക്കിയൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക. കാരണം ഈ ഒരു ഇക്വേഷൻ മാത്രം ഞാൻ പറയും. അപ്പൊ വെൻ എ ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, സാർ കുറെ സമയത്ത് ജി നെഗറ്റീവും പിന്നല്ലേ ജി. നമ്മുടെ അതല്ല കൺസെപ്റ്റ്. എച്ച് ആക്ട് ചെയ്യുന്ന എങ്ങോട്ട്? താഴോട്ട്. ആ എച്ചിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? പോസിറ്റീവ്. ജി ആക്ട് ചെയ്യുന്ന എപ്പോഴും എങ്ങോട്ടാ? താഴോട്ട്. അതുകൊണ്ട് ജിയെ എപ്പോഴും എന്തായിട്ട് എടുത്തോണം? പോസിറ്റീവ്. മുകളിലേക്കുള്ള യുവിനെ എന്തായിട്ട് എടുത്തോണം? നെഗറ്റീവ്. ഒരു ഡയറക്ഷനുള്ള ഒരു വെക്ടറിനെ പോസിറ്റീവായിട്ട് എടുത്താൽ ആ ഡയറക്ഷനുള്ള എല്ലാ വെക്ടേഴ്സിനെയും പോസിറ്റീവായിട്ട് എടുക്കണം, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എല്ലാ വെക്ടേഴ്സിനെയും നെഗറ്റീവായിട്ട് എടുക്കണം. എന്നാൽ ഈ ടവറിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ കല്ലിനെ താഴേക്കാണ് എറിഞ്ഞതെന്ന് കരുതുക. എടുത്തൊരൊറ്റ എയർ എറിഞ്ഞു വിത്ത് വെലോസിറ്റി യു, ഇവൻ താഴെ വന്നു. അങ്ങനെ ആയിരുന്നു എങ്കിൽ എച്ച് ഇനിഷ്യൽ ടു ഫൈനൽ താഴേക്ക്, അവൻ പോസിറ്റീവ്. ജി താഴോട്ട്, അവൻ പോസിറ്റീവ്. യു താഴോട്ട്, അവനും therefore എച്ച് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. വ്യത്യാസം മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. ശരി. അപ്പൊ നമ്മൾ ഈ രണ്ട് കേസും പഠിച്ചു. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് പഠിച്ചു വെക്കാം. When a body is projected vertically upward from the top of a tower of height h, then the height of the tower h is equal to minus ut plus half gt square. These are the equations of motion. Cases ഇതാണ്. ഈ കേസ് മറന്നു പോകും. ഇതോടുകൂടി നമ്മുടെ മോഷന്റെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നതിന്റെ തിയറി പാർട്ട് കംപ്ലീറ്റ് നമ്മൾ കഴിയും. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് ഇക്വേഷൻസ് പറയുന്നു. ഇക്വേഷൻസ് അല്ല, ആദ്യമേ കുറച്ച് ഗ്രാഫ് പറയുന്നു. ഗ്രാഫിന് ശേഷം ജനറൽ ആയിട്ട് നമ്മൾ കുറെ കാണാതെ ചോദിക്കേണ്ടത് ഇക്വേഷൻസ് അതിന്റെ എക്സ്പ്ലനേഷൻ നടത്തും. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്ലസ് ആണ്. ജനറൽ ഇക്വേഷൻസ് എന്ന് നമ്മൾ പറയും. ആ ജനറൽ ഇക്വേഷൻ പഠിക്കണം, പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഏകദേശം നന്നായിട്ട് തീരും. അപ്പൊ ഇതിനകത്ത് ഇനി പറയാൻ പോണ കുറച്ച് ഗ്രാഫുകൾ ഞാൻ പറയാൻ പോവാണ്. ഗ്രാഫുകൾ ഏതൊക്കെയാണ്? ഗ്രാഫുകൾ നമ്മുടെ ഒരു ബേസിക്സ് ഇൻ ഫിസിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറെ പാർട്ട് എടുത്തിട്ടുണ്ട്. ട്രിഗണോമെട്രി, ഡിഫറൻഷിയേഷൻ, ഇതൊക്കെ അറിയാമേത്തരൊക്കെ അത് പോയി പിന്നെ ജനറൽ ബേസിക്സ് ഇൻ ഫിസിക്സ് എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കുകൾ കണ്ടോണം. അതിനകത്ത് ഞാൻ 5 ടോപ്പിക്കുകൾ എടുത്തിട്ടുണ്ട്. അറിയാമേത്തവർക്ക് ഞാൻ പറയുകയാണ്. ട്രിഗണോമെട്രി എന്താണെന്ന് എടുത്തിട്ടുണ്ട്, ഡിഫറൻഷിയേഷൻ എന്താണെന്ന് എടുത്തിട്ടുണ്ട്, ഇന്റഗ്രേഷൻ എന്താണെന്ന് എടുത്തിട്ടുണ്ട്, ഗ്രാഫുകൾ എന്താണെന്ന് എടുത്തിട്ടുണ്ട്, ലോഗരിതംസ് എന്താണെന്ന് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗ്രാഫുകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് അറിഞ്ഞുകൂടാത്തവർ അവിടെ പോയി ഗ്രാഫിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഇതൊന്ന് പഠിച്ചിട്ട് വേണം ഇവിടെ വരാൻ. ഞാൻ ഇതിനകത്ത് വിശദമായിട്ട് പറയുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് വരയ്ക്കേണ്ടത് ഒന്ന് യൂണിഫോം മോഷൻ. ഒരു ബോഡി യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്നു. അവന്റെ നമുക്ക് 2 ഗ്രാഫുകൾ നമുക്ക് വരയ്ക്കാം. യൂണിഫോം മോഷൻ മീൻസ് വെലോസിറ്റി ഉണ്ട്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റി ഉണ്ടെങ്കിൽ അവന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അവന്റെ പൊസിഷൻ ടൈം ഗ്രാഫും നമുക്ക് വരയ്ക്കാം. പൊസിഷൻ ടൈം ഗ്രാഫും വരയ്ക്കാം. ഇവന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ദ ഗ്രാഫ് ഒബ്റ്റൈൻഡ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്.
എന്നാൽ പൊസിഷൻ ടൈം ഗ്രാഫ് എന്തായിരിക്കും എന്നറിയാമോ? പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് സ്ലാൻഡിങ്. അതെന്താ സാറേ സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ കാരണം? നമുക്കറിയാം എസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ് ആണെങ്കിൽ എസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി. എസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി ആണെങ്കിൽ ഗ്രാഫ് ബിറ്റ്വീൻ എസ് ആൻഡ് ടി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതാണ് ഗ്രാഫ്, അവിടെ പോയി ഗ്രാഫ് പഠിക്കാൻ പറഞ്ഞത്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? x0 ആഫ്റ്റർ എ ടൈം ടി സെക്കൻഡ്സ് അവന്റെ പൊസിഷൻ എന്ന് പറയുന്നത് xt. ഇതിന്റെ ഈ ഗ്രാഫിന്റെ അർത്ഥം ദിസ് ഈസ് എ ഗ്രാഫ് വിത്ത് ദ ഓബ്ജക്ട് സ്റ്റാർട്ട് ഫ്രം ദ ഒബ്സർവർ. ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. ഞാനാണ് ഒബ്സർവർ ആണ് എപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഒബ്സർവറുടെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നാൽ അല്പ ദൂരെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വന്നേനെ? ഗ്രാഫ് ഇങ്ങനെ വന്നേനെ. ഇതാണ് x0. അതായത് ഒബ്സർവറിൽ നിന്ന് ഇത്രയും ദൂരെ നിൽക്കുകയാണ് പൊസിഷൻ. ആഫ്റ്റർ എ ടൈം ടി സെക്കൻഡ്സ് പാർട്ടിക്കിൾ ഇവിടെ എത്തിച്ചേർന്നു. അപ്പൊ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയും ഇങ്ങനെയും വന്നാൽ അതിന്റെ അർത്ഥം ദിസ് ഈസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് സ്റ്റാർട്ട് ഫ്രം ദ ഒബ്സർവർ. ദിസ് ഈസ് എ പൊസിഷൻ ടൈം ഓഫ് പാർട്ടിക്കിൾ വിച്ച് സ്റ്റാർട്ട് ഫ്രം പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്സർവറിൽ നിന്നും അല്പം ദൂരെ നിന്നാണ് അവൻ സഞ്ചരിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഓർക്കേണ്ടുന്ന കാര്യം, ഇവന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഇവന്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ആൻഡ് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ടാൻ തീറ്റ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഇപ്പോൾ വലിയ കൺഫ്യൂഷൻ ഇല്ല. ഇനിയിപ്പോൾ കൺഫ്യൂഷൻ നമുക്ക് തുടങ്ങാൻ പോകുന്നു. ഞാനിപ്പോൾ പറയാം. അപ്പോൾ when a particle is moving with uniform velocity, there are two graphs, velocity time graph and position time graph. And position time, അപ്പോൾ നമുക്ക് ഇവിടെ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ രണ്ട് ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ എയും ബിയും തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എയുടെ വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. കാരണം സ്ലോപ്പ് ഈസ് എ കോൺസ്റ്റന്റ് ഇവന്. പക്ഷേ വെലോസിറ്റി ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് എ. കാരണം ബിയുടെ സ്ലോപ്പ് കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ എയുടെ വെലോസിറ്റി കുറവാണ്, പക്ഷെ കോൺസ്റ്റന്റ് ആണ്. ബിയുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, പക്ഷെ എയുടെ വെലോസിറ്റിയേക്കാൾ കൂടുതലാണ്. അതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നത് യൂണിഫോം ആക്സിലറേഷൻ. ആക്സിലറേഷൻ ആണെങ്കിൽ രണ്ടാമത്തെ ആക്സിലറേറ്റഡ് മോഷൻ. അവന്റെ 3 ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒന്ന് വെലോസിറ്റി ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, രണ്ടാമത്തത് അവന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്, മൂന്നാമത്തത് അവന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇവന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. ഇവന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് സ്ലാന്റിങ്. ഇവന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് പാരബോളിക്. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി യു അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0. ആഫ്റ്റർ എ ടൈം ടി സെക്കൻഡ്സ് അവന്റെ വെലോസിറ്റി വി ആയിട്ട് മാറി. ഇവിടെ ഓർക്കേണ്ടുന്ന കാര്യം, ഇനിയിപ്പോൾ പറയുമ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി തുടങ്ങും. കൺഫ്യൂഷൻ നമുക്ക് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാം, പെട്ടെന്നാകട്ടെ. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഇവന്റെ ഏരിയ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇവന്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ. ഇവന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി. ഇവിടെ നമുക്ക് മൊത്തം അട്ടർ കൺഫ്യൂഷനായി. ഒന്നും വേണ്ട, നിങ്ങൾ ഈ ഏരിയ സ്ലോപ്പ് അതൊക്കെ അങ്ങ് വിട്ടുകളാ. ഈ ഗ്രാഫിന്റെ 3ന്റെ ഷേപ്പ് പഠിച്ചു വയ്ക്കുക. ഒരു പാർട്ടിക്കിൾ യൂണിഫോം ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇതാണ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതാണ്, പൊസിഷൻ ടൈം ഗ്രാഫ് ഇതാണ്. ഇത് 3 നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ഏരിയ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിസ് ഇതൊക്കെ കൺഫ്യൂഷൻ ആയില്ലേ? അത് നമുക്ക് ഇപ്പോൾ മാറ്റിത്തരാം. ശ്രദ്ധിച്ചോണം. നിങ്ങൾ പഠിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ പഠിച്ചത് പൊസിഷനാണ്, രണ്ടാമത് നമ്മൾ പഠിച്ചത് വെലോസിറ്റിയാണ്, മൂന്നാമത് നമ്മൾ പഠിച്ചത് ആക്സിലറേഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യമേ എടുക്കുക എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ്. എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ് പഠിക്കാൻ ഇനി ഓർക്കുക. എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി.
വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ. കൺഫ്യൂഷൻ മാറിയല്ലോ. ഇനി അടുത്തത് ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റി അല്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി. വി ടി ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ, അതായത് ഡിസ്പ്ലേസ്മെന്റ്. സിമ്പിൾ കോൺസെപ്റ്റ്. എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ, എ ടി ഗ്രാഫിന്റെ ഏരിയ ചേഞ്ച് ഇൻ വെലോസിറ്റി, വി ടി ഗ്രാഫിന്റെ ഏരിയ ചേഞ്ച് ഇൻ പൊസിഷൻ, അതായത് ഡിസ്പ്ലേസ്മെന്റ്. സിമ്പിൾ. വേറെ ഒരു കോൺസെപ്റ്റിന്റെ വ്യത്യാസമില്ല. മറ്റേ എല്ലാം കൂടെ പഠിച്ച് കുളവാക്കണ്ട, ഇതങ്ങ് പഠിച്ചു വയ്ക്കുക. ഞാൻ ഓർക്കുക, ഒന്നുകൂടിയുണ്ട്. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്റഗ്രേഷൻ നടത്തിയാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ. അതും പഠിച്ചു വയ്ക്കണം. എക്സിനെ അപ്പൊ എന്ന് വെച്ചാൽ ശരിക്കും എന്താ, സ്ലോപ്പ് എടുക്കുക എന്ന് പറയുന്നതാണ് ഡിഫറൻഷിയേഷൻ, ഏരിയ എടുക്കുക എന്ന് പറയുന്നതാണ് ഇന്റഗ്രേഷൻ. രണ്ട് മെത്തേഡാണെന്ന് മാത്രം. ഒന്ന് കാൽക്കുലസ് മെത്തേഡും ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡും. വ്യത്യാസം പറഞ്ഞില്ല. അപ്പൊ എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ, എ ടി ഗ്രാഫിന്റെ ഏരിയ ചേഞ്ച് ഇൻ വെലോസിറ്റി, വി ടി ഗ്രാഫിന്റെ ഏരിയ ചേഞ്ച് ഇൻ പൊസിഷൻ. അതുപോലെ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ. ഇത്രയും സാധനങ്ങൾ നമ്മൾ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോറി, ഇതല്ല നമുക്ക് ദാ ഇവിടെ വരുന്നുണ്ട് ഒരു ഗ്രാഫ്. ഈ ഗ്രാഫാണ് ഞാൻ ഇത്രയും കൊടുത്തിരിക്കുക. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ കേസിൽ നമുക്ക് 3 ഗ്രാഫ് ഞാൻ പറഞ്ഞിരുന്നു. ആ ഗ്രാഫുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് യൂണിഫോം മോഷന്റെ 2 ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ഒന്ന് വെലോസിറ്റി ടൈം ഗ്രാഫും, രണ്ടാമത് പൊസിഷൻ ടൈം ഗ്രാഫും. ഇവന്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. അതാണ് നമ്മൾ അപ്പുറത്ത് വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഇത് രണ്ട് ഗ്രാഫിന്റെ ഷേപ്പ് പഠിച്ചു വയ്ക്കുക. അടുത്തത് ഇത് പഠിച്ചു വയ്ക്കുക. യൂണിഫോമിലി ആക്സിലറേഷൻ ആണെങ്കിൽ ഇതാണ്. എന്നിട്ട് നമ്മളിത് അവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതിന്റെ കൂട്ടത്തിൽ മറ്റേ കാര്യം കൂടി ഇടും. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ. ഇത്രയും കാര്യങ്ങൾ മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ആയിട്ട് 2-3 ഗ്രാഫുകളുടെ കാര്യം കൂടെ നമുക്ക് പറയാം. ഒന്ന്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് നമുക്ക് ഈ ഷേപ്പുകൾ വന്നാൽ എന്തായിരിക്കും അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്നല്ല, പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ വരച്ചാൽ എവിടെ നോക്കിയാലും അതിന്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. സ്ലോപ്പ് സെയിം ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ തീറ്റ 30 ഡിഗ്രി ആണെങ്കിൽ ഇതും 30 ഡിഗ്രി ആണ്, ഇതും. അപ്പൊ സ്ലോപ്പ് റിമെയിൻസ് എ കോൺസ്റ്റന്റ് മീൻസ് ആക്സിലറേഷൻ വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വെലോസിറ്റി പോസിറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്. ഇങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം വെലോസിറ്റി നെഗറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ്. ഇനി ഓർക്കുക, ഈ ഗ്രാഫ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇങ്ങനെ വരുന്ന ഗ്രാഫിന്റെ അർത്ഥം വെലോസിറ്റി ഇൻക്രീസസ്. എന്താ സാറേ വെലോസിറ്റി ഇൻക്രീസസ്? സ്ലോപ്പ് കൂടുന്നു. നമ്മളിതാ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ ഇവിടെ സ്ലോപ്പ് കുറവാണ്, ഇവിടെ സ്ലോപ്പ് കൂടുന്നു, ഇവിടെ വന്നപ്പോൾ സ്ലോപ്പ് വീണ്ടും കൂടി, ഇവിടെ വന്നപ്പോൾ സ്ലോപ്പ് കണ്ടോ ആംഗിൾ കൂടി വരികയാണ്. ഇവിടെ 30 ഡിഗ്രി അല്ലെങ്കിൽ 20 ഡിഗ്രി, ഇവിടെ വന്നപ്പോൾ 40 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ വന്നപ്പോൾ 80 ഡിഗ്രി. അപ്പൊ ആംഗിൾ കൂടി വരികയാണ്, സ്ലോപ്പ് കൂടുന്നു. സ്ലോപ്പ് കൂടിയാൽ വെലോസിറ്റി ഇൻക്രീസസ്. ഇങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കണം? സ്ലോപ്പ് ഡിക്രീസസ് മീൻസ് വെലോസിറ്റി ഡിക്രീസസ്. അപ്പൊ 4 ഗ്രാഫ്: വെലോസിറ്റി പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്, വെലോസിറ്റി നെഗറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്, വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്.
വെലോസിറ്റി ഈസ് ഡിക്രീസിങ്. അതുപോലെ തന്നെ ഇത് ഏരുടെ ഗ്രാഫാണ്? പൊസിഷൻ ടൈം ഗ്രാഫ്. അതിന് പകരം വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിലോ ഇത് വെലോസിറ്റി ആണ്, തെറ്റാണ്, ഇത് വെലോസിറ്റി എന്ന് വായിക്കണം. വെലോസിറ്റി വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്താണ്? ആക്സലറേഷൻ. അപ്പോൾ ഈ ഗ്രാഫിന്റെ അർത്ഥം എന്താണ്? ആക്സലറേഷൻ പോസിറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്. ഇങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ആക്സലറേഷൻ നെഗറ്റീവ് ആൻഡ് കോൺസ്റ്റന്റ്. ഇങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ആക്സലറേഷൻ ഈസ് ഇൻക്രീസിങ്. ഇങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ആക്സലറേഷൻ ഈസ് ഡിക്രീസിങ്. ഇവിടെ ആക്സലറേഷൻ ഈസ് ഇൻക്രീസിങ് ഒക്കെ ഉണ്ടേ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കും. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ സ്ലോപ്പ് കൂടുന്നു കുറയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നിന്നാൽ സ്ലോപ്പ് ഈസ് എ കോൺസ്റ്റന്റ്, ഇങ്ങനെ വന്നാൽ സ്ലോപ്പ് കൂടുന്നു, ഇങ്ങനെ വന്നാൽ സ്ലോപ്പ് കുറയുന്നു. സ്ലോപ്പ് ഈസ് ആക്സലറേഷൻ. അതിന്റെ അർത്ഥം ഇങ്ങനെ എന്നാൽ സ്ലോപ്പ് ഈസ് കോൺസ്റ്റന്റ്, ഇങ്ങനെ വന്നാൽ ആക്സലറേഷൻ ഈസ് ഇൻക്രീസിങ്, ഇങ്ങനെ വന്നാൽ ആക്സലറേഷൻ ഈസ് ഡിക്രീസിങ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് ഓർത്തിരിക്കുക. ഇനി നമുക്കൊരു 2 കണ്ടീഷൻ നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇത് നോക്കുക. എ ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്, അവന്റെ കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്? സ്പീഡ് ടൈം ഗ്രാഫ് എന്താണ്? ആക്സലറേഷൻ ടൈം ഗ്രാഫ് എന്താണ്? ഒരു കല്ലിനെടുത്ത് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു, കല്ല് മുകളിൽ പോയി തിരിച്ചു താഴെ വരുന്നു. അവന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്? പൊസിഷൻ ടൈം, പിന്നെ സ്പീഡ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയാണ്. ഒരു കല്ലിനെ എടുത്ത് ഞാൻ മുകളിലേക്ക് എറിയുകയാണ്. ശ്രദ്ധിച്ചോണേ. 30, 1 സെക്കൻഡ് കഴിയുമ്പോൾ 20, 1 സെക്കൻഡ് കഴിയുമ്പോൾ 10, 1 സെക്കൻഡ് കഴിയുമ്പോൾ 0, പിന്നീട് തിരിച്ചു വരും 10, 20, 30. എറിഞ്ഞ അതേ വെലോസിറ്റിയിൽ താഴെ വന്ന് വീഴും. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലേക്കുള്ള വെലോസിറ്റികൾ പോസിറ്റീവ് ആണെങ്കിൽ താഴേക്ക് വരുമ്പോൾ ആ വെലോസിറ്റികളെല്ലാം നെഗറ്റീവ് ആവും. അപ്പോൾ എറിയുന്ന സമയത്ത് വെലോസിറ്റി 30 ഉണ്ട്. ഉണ്ടോ? ഞാൻ ആ ഗ്രാഫിന് ഇച്ചിരൂടെ ഒന്ന് വലുതാക്കാം. ഇതോടെ പോയി. മനസ്സിലാവുന്നുണ്ടേ? അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു കല്ലിനെടുത്ത് മുകളിലേക്ക് എറിയുകയാണ്. ഈ എറിഞ്ഞ കല്ല് മുകളിൽ പോയി താഴെ വരുന്നു. ഞാൻ എറിഞ്ഞത് 30, 20, 10, 0, -10, -20 ആൻഡ് -30. അപ്പോൾ എറിയുന്ന സമയത്ത് അവന്റെ വെലോസിറ്റി 30. ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണല്ലോ, അത് കുറഞ്ഞ് 20 ആകുന്നു, 10 ആകുന്നു, 0 ആകുന്നു, ഹയസ്റ്റ് പോയിന്റ് എത്തി. പിന്നീട് അവന്റെ വെലോസിറ്റി -10 ആകുന്നു, -20 ആകുന്നു, -30 ആകുന്നു. കണ്ടോ? അതുകൊണ്ടാണ് ഇങ്ങനെ വരിക. പക്ഷെ സ്പീഡായിരുന്നെങ്കിലോ സ്പീഡിന് എന്തില്ല? നെഗറ്റീവ് ഇല്ല. അപ്പോൾ എന്ത് പറ്റും? 30, 20, 10, 0, പിന്നെ കൂടി കൂടി 10, 20, 30. ഇനി മുകളിലേക്ക് പോകുമ്പോൾ ആക്സലറേഷൻ നെഗറ്റീവ്, താഴേക്ക് വരുമ്പോൾ ആക്സലറേഷൻ. അപ്പൊ മുകളിലേക്ക് പോകും, മുകളിൽ എത്തുന്നത് വരെ ആക്സലറേഷൻ നെഗറ്റീവ്, താഴേക്ക് വരുമ്പോൾ ആക്സലറേഷൻ പോസിറ്റീവ്. ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. അപ്പോ മനസ്സിലായല്ലോ? ഇത് ചോദിച്ചിട്ടുള്ളതാണ്, എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? വെലോസിറ്റി ടൈം ഗ്രാഫ്, സ്പീഡ് ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരു കല്ലിനെ എടുത്ത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ എറിഞ്ഞു. ആ കല്ല് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകുന്നു. അപ്പൊ കല്ലിനെ ഇവിടെ നിന്ന് നമ്മൾ എറിയുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു. എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 0, ഗ്രൗണ്ടിൽ വന്ന് ഇടിച്ചിട്ട് വീണ്ടും തിരിച്ചു പഴയ പൊസിഷനിൽ തന്നെ എത്തിച്ചേരുന്നു. അതിന്റെ അർത്ഥം താഴേക്ക് വരുമ്പോൾ 10 ആകുന്നു, 20 ആകുന്നു, 30 ആകുന്നു, ഉടനെ തന്നെ തിരിച്ചു -30 ആകുന്നു, -20 ആകുന്നു, -10 ആകുന്നു, 0 ആകുന്നു. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഇനിഷ്യലി വെലോസിറ്റി 0, വെലോസിറ്റി 10 ആകുന്നു,
20 ആവുന്നു, 30 ആവുന്നു. ഗ്രൗണ്ടിൽ വന്ന് ഇടിച്ചു. ആ ഇൻസ്റ്റന്റിൽ തന്നെ അത് എത്രയായിട്ട് മാറും? -30 ആവും. -30 ആയി. പിന്നീട് അത് -20 ആവുന്നു, -10 ആവുന്നു, 0 ആവുന്നു. അപ്പോൾ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? കൂടി 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 മാക്സിമം എത്തും. ആ ഇടിക്കുന്ന അതേ ഇൻസ്റ്റന്റിൽ അത് നെഗറ്റീവായിട്ട് ഇങ്ങനെ വരും. സ്പീഡാണെങ്കിലോ എപ്പോഴും പോസിറ്റീവ്, കൂടുന്നു അതുപോലെ കുറയും. ആക്സലറേഷൻ ആണെങ്കിലോ താഴേക്ക് വരുമ്പോൾ പോസിറ്റീവും മുകളിലേക്ക് പോകുമ്പോൾ നെഗറ്റീവും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ മര്യാദയ്ക്ക് പഠിക്കാം. ഇതോടുകൂടി നമ്മുടെ തിയറി പിന്നെ നമ്മുടെ അടുത്ത 2 ഗ്രാഫ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ബോഡിയെ മേളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്താൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് അവസാനം റെസ്റ്റിലാകുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതാണ്, സ്പീഡ് ടൈം ഗ്രാഫ് ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇങ്ങനെ വന്നു പിന്നെ പോയി ഇങ്ങനെ ഇടിച്ച് അവസാനം റെസ്റ്റിലാവും. ഇത് കറസ്പോണ്ടിങ് സ്പീഡ് ടൈം ഗ്രാഫ്. അത് രണ്ടുപേരുള്ള അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഇതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞു? ഇതോടുകൂടി നമ്മളുടെ 1 ഡയമെൻഷനകത്തുള്ള ഏകദേശം തിയറി പാർട്ടുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ഇക്വേഷൻസ്, കുറേ സ്റ്റാൻഡേർഡ് ഫോർമുലകൾ പഠിച്ചു വയ്ക്കണം. അതൊക്കെ നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തലകുത്തി നിന്ന് ചെയ്യേണ്ട പ്രോബ്ലംസ് ഒക്കെ വളരെ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ജനറൽ ഇക്വേഷൻസ് ആയിരിക്കും. അതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതോടുകൂടി 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് 3 ക്ലാസ്സോടുകൂടി നമ്മുടെ അങ്ങ് തീരും. ഓക്കെ, ബൈ.